കുഞ്ഞി പൂമ്പാറ്റകളെ, മുട്ടൻ പൂമ്പാറ്റകളെ, പറക്കുവാൻ ഇഷ്ടമുള്ള, കളിക്കുവാൻ ഇഷ്ടമുള്ള, പൂക്കളിൽ നിന്ന് തേൻ നുകരുവാൻ ഇഷ്ടമുള്ള കൊച്ചു കൂട്ടുകാരെ, DSMC നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൂമ്പാറ്റകളിലേക്ക്. വെൽക്കം ടു ദ പൂമ്പാറ്റകൾ. എന്താ നീ കരയുന്നത്? വെറുതെ കരഞ്ഞ് കാണിക്കാതെ ഈ കൂട്ടുകാരെ ഇങ്ങനെ വെറുപ്പിക്കരുതേ. എനിക്ക് കരഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്. എന്താ കാരണം? എന്താന്ന് നീ പറ. എന്താ? ടിങ്കു ഉണ്ടല്ലോ, നമ്മുടെ ടിങ്കു. നമ്മുടെ ടിങ്കു എന്തോ ചെയ്തു നമ്മുടെ ടിങ്കു? ടിങ്കു എന്നെ കളിയാക്കി. എന്തോ നിന്നെ കളിയാക്കിയേ? വെള്ളപ്പാറ്റേന്ന് വിളിച്ചു. വെള്ളപ്പാറ്റേന്ന് വിളിച്ചോ? കുഴപ്പമില്ല, നമുക്ക് അവനോട് അങ്ങ് ക്ഷമിച്ചേക്കാം. ഓ, ഇവന് ക്ഷമിക്കാൻ ചില കണ്ടോ, കൂട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ട്. ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് പറയരുത്, ക്ഷമിക്കണം. കൂട്ടുകാരെ, ഇതുപോലാണോ നിങ്ങളുടെ സ്വഭാവം? ഇടയ്ക്കൊക്കെ ക്ഷമിക്കാൻ താല്പര്യമില്ല. ഇവന് ക്ഷമിക്കാൻ താല്പര്യമില്ല. നമുക്ക് അവനോട് ക്ഷമിക്കണം. കുക്കു, അവനോട് ക്ഷമിക്കണം. ടിങ്കു അവനറിയാതെ പറഞ്ഞു പോയതായിരിക്കും. ഇതുപോലെ ഈ വികാരം അങ്ങ് കൊള്ളുകയല്ല ചെയ്യേണ്ടത്, വിവേകപൂർവ്വം പെരുമാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ചില കൂട്ടുകാരിങ്ങനെയാണ്, എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇടിയാണ്. ഒരു റിമോട്ടിൻ്റെ പേര് പറഞ്ഞാണ് ഇടി. ചില വീടുകളിലൊക്കെ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ? ആരുടെ വീട്ടിൽ? മഞ്ജുവിൻ്റെ വീട്ടിലുണ്ടെന്ന്. മഞ്ജുവിൻ്റെ വീട്ടിൽ എങ്ങനെ? ബ്രദറുമായിട്ട് അടിയാ. ഫ്രണ്ട്സ്, ചിലപ്പോൾ ബ്രദേഴ്സുമായിട്ട് അടിയാ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സുമായിട്ട് അടിയാ. ചെറിയ ചെറിയ കാര്യത്തിന് വലിയ വഴക്കിലോട്ടൊക്കെ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില കുട്ടികൾക്ക് ചിരി വന്നു കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല, അങ്ങ് ചിരിച്ചോണ്ടേ ഇരിക്കും. കരച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കരച്ചിലോട് കരച്ചിൽ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യത്തോടെ ദേഷ്യം. ചില കൂട്ടരാണെങ്കിൽ കഥയൊക്കെ വലിച്ചടിച്ചിട്ട് പോവും. ഫ്രണ്ട്സ്, വികാരമല്ല വിവേകമാണ് വേണ്ടത് എന്ന് പറഞ്ഞേ. വികാരമല്ല വിവേകമാണ് വേണ്ടത്. അതെ, വികാരമല്ല വിവേകമാണ് നല്ലത്. വികാരം മനുഷ്യർക്കുണ്ട്. പക്ഷെ അതങ്ങ് അധികമായി പോയാൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, നഷ്ടപ്പെട്ടു പോകും നമ്മൾ. എന്നാൽ വിവേകത്തോടെ പെരുമാറിയാൽ നമുക്ക് വിജയാളികളായി തീരാൻ പറ്റും. ശലോമോൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഒരു കുഞ്ഞിന് വേണ്ടി തർക്കിക്കുന്ന രണ്ടമ്മമാർ. വിവേകപൂർവ്വം അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റി. മക്കളെ, നമുക്കും വികാരപൂർവ്വം പെരുമാറണ്ട. നമുക്ക് പെരുമാറേണ്ടത് വിവേകമുള്ളവരായിട്ടാണ്. വിവേകത്തിൻ്റെ ഏറ്റവും നല്ല കൺട്രോൾ ടൂളാണ് വിസ്ഡം എന്നുള്ളത്. വികാരത്തെ കൺട്രോൾ ചെയ്യുന്ന ടൂളാണ് വിവേകം. അതുകൊണ്ട് വിവേകപൂർവ്വം നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം, വിജയാളികളായി മാറാം. നിങ്ങൾ തയ്യാറാണോ? ഇവൻ റെഡിയാണ്. നിങ്ങളോ? കൂട്ടുകാരെ, ഇന്നൊരു ബൈബിൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഗസ് വർക്ക് ഗെയിമാണ്. സോ നിങ്ങളുടെ ഡിവൈസിന് മുമ്പിലിരുന്ന് ഒന്ന് ഗസ് ചെയ്യണം. പക്ഷെ ഞാൻ അതിൻ്റെ ആൻസറും പറയും. സോ ഇതൊരു സൂപ്പർലേറ്റീവ് തരത്തിലുള്ള ആൻസറാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരേണ്ടത്. ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹൈ, ഏറ്റവും ഉയർന്നത്, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ ബൈബിളിൽ നിന്ന് ചുമ്മാ ഗസ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിലൊരു ആൻസറും ഞാൻ നിങ്ങളോട് പറയും. സോ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. സോ നിങ്ങളുടെ പോയിന്റ് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്തോണം. ഓക്കെ, റെഡി ആണല്ലോ? സോ ബൈബിൾ സൂപ്പർലേറ്റീവിൽ 15 seconds കൗണ്ട് ഡൗൺ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഒന്ന് തിങ്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ. 15 seconds കഴിയുമ്പോൾ ഞാൻ ആൻസർ പറയും. ആൻസർ പറയുമ്പം നിങ്ങൾ കറക്റ്റായിട്ടുള്ളതാണ് ഗസ് ചെയ്തതെങ്കിൽ വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചു നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് നോക്കാം. അല്ലെങ്കിൽ 2 കൂടുതൽ പേരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ കൂടെ നിങ്ങൾ കളിപ്പിച്ചോ, അവരെ കൂടെ വിളിച്ചിരുത്തിക്കോ. റെഡി?
ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്യൂവിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. ബൈബിളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂൻ ആരാണ്? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യൂൻ ഇൻ ദ ബൈബിൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദാ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞു. 15 seconds ആണുള്ളത്. സൗന്ദര്യമുള്ള ഒരു ക്യൂൻ, ഒരു രാജ്ഞി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആളുടെ പേര് വേഗം നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഉറക്കം നിങ്ങൾക്ക് പറയാം. ക്യൂൻ 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 ആരാണ്? ദാ സമയം കഴിയാൻ പോകുന്നു, സമയം തീർന്നു. ആൻസർ ഇതാണ് കൂട്ടുകാരെ, എസ്തേർ എന്നുള്ളതാണ് ആൻസർ. എസ്തേർ ആണ്. സോ ബ്യൂട്ടിഫുൾ ക്യൂൻ ഇൻ ദ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളൊരു ഗസ് ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കുറേ ക്യാരക്ടേഴ്സിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ദ ടോളസ്റ്റ് മാൻ ഇൻ ദ ബൈബിൾ, ഏറ്റവും നീളം കൂടിയ വ്യക്തി. ചുമ്മാ ഒരു ഗസ്, ഒരു ഫൺ ഗസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആരാണ് അങ്ങനത്തെ ആൾ? ടൈം ദാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉത്തരം ആരാന്ന് പറയാം. നീളമുള്ള ഒരു ജയൻറ്റ് മാൻ, ടോളസ്റ്റ് മാൻ, ബൈബിൾ മാനാണ്, ഒരു പുരുഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. കൗണ്ട് ഡൗൺ തീരാൻ പോകുന്നു. ദ ആൻസർ ഇതാണ്, പറയട്ടെ. ആൻസർ ഇതാണ്, ഗോലിയാത്താണ് ആൻസർ. അങ്ങനെ കറക്റ്റായിട്ട് എഴുതിയ ആൻസർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തംസപ്പും ഒരു ഹൈഫൈ കൊടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും. വെരി ഗുഡ്. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാൻ ആരാണ്? വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഇൻ ദ ബൈബിൾ ആരാണ്? കമോൺ, സൂപ്പർലേറ്റീവ് ചിന്തിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ബൈബിളിൽ ആരാണ്? പാറയെ അടിച്ചപ്പോൾ വെള്ളം വന്ന ആളുണ്ട്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ചെറിയ എല്ലുകൊണ്ട് കൊന്ന ആളുണ്ട്. ആരാ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ? അങ്ങനെയൊക്കെ ബൈബിളിലുണ്ട്. ആരാ നിങ്ങൾ കണ്ടുപിടിച്ചോ? കൗണ്ട് ഡൗൺ തീരാൻ പോകുന്നു. ആൻസർ ഇതാണ്, സാംസൺ എന്നുള്ളതാണ്, ഷിംഷോൻ എന്നുള്ളതാണ് ആൻസർ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോയിന്റ് കിട്ടും. വെരി ഗുഡ്. റൈറ്റ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഇതാണ്, മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ. സംശയാലുവായ യേശു കർത്താവിൻ്റെ ശിഷ്യനാണ്. ഏറ്റവും സംശയാലുവായ ശിഷ്യനാരാണ്? മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ. സോ കൗണ്ട് ഡൗൺ പോകുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മുഖം എല്ലാം ഇങ്ങനെ പറഞ്ഞു. അതിനകത്ത് സംശയമുള്ള ആളാരായിരുന്നു? അന്ത്രയോസ് ആണോ അതോ യൂദയാണോ? നിങ്ങൾ കണ്ടുപിടിച്ചോ? ആൻസർ ഇതാണ്. ടൈം കഴിയുന്നു. ആൻസർ ഇതാണ്, തോമസ് എന്നുള്ളതാണ് ആൻസർ. തോമസ് യേശു കർത്താവിൻ്റെ വിലാപ്പുറത്ത് തൊടാതെ, ടച്ച് ചെയ്യാതെ ഞാൻ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ ശിഷ്യനാണ്. എന്നാൽ സഭയെ പണിത വലിയ മനുഷ്യനായി മാറി ആര്? തോമസ്. അങ്ങനെയാണെങ്കിൽ തോമസ് ആണ് മോസ്റ്റ് ഡൗട്ട്ഫുൾ ഡിസൈപ്പിൾ ഇൻ ദ ബൈബിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യേശു കർത്താവിൻ്റെ ഒരു മോസ്റ്റ് ഡിസ്ലോയൽ ഫ്രണ്ട്, ലോയൽ അല്ലാത്ത ഒരു ഫ്രണ്ട് ആരാണ് യേശു കർത്താവിൻ്റെ? യേശു കർത്താവിൻ്റെ ഒരു ഡിസ്ലോയൽ ഫ്രണ്ട് ആരായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. യേശു കർത്താവിനോട് നന്നായിട്ട് പെരുമാറാഞ്ഞ ഒരു ശിഷ്യൻ ആരാണ്? കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഉറക്കെ പറയാം. ആൻസർ പറയാം. ആൻസർ ഇതാണ്, യൂദ എന്നുള്ളതാണ്. യൂദ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മോർ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ നിന്ന് ഏറ്റവും ട്രാവൽ ചെയ്ത മിഷണറി ആരായിരുന്നു? ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം എഴുതിക്കോ. മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദ ബൈബിൾ ആരാണ്? കൗണ്ട് ഡൗൺ തീരാൻ പോകുന്നു. ആൻസർ ഇതാണ്,
പൗലോസ് എന്നുള്ളതാണ്. പൗലോസിൻ്റെ മിഷണറി യാത്രകളെപ്പറ്റി നമ്മൾ ഒരുപാട് ബൈബിളിൽ വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് മോസ്റ്റ് ട്രാവൽഡ് മിഷണറി ഫ്രം ദ ബൈബിൾ എന്ന് പറയുന്നത് പൗലോസായി മാറാൻ കാരണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ജോയ്ഫുൾ ടൈം തീർച്ചയായിട്ടും DSMC ഒരുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് തീർച്ചയായിട്ടും അതിനുള്ള വേദി, കുഞ്ഞുങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള വേദികൾ ഒരുക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക്. അടുത്ത ആഴ്ച വരാൻ മറക്കരുതേ. പൂമ്പാറ്റകളെ, ബൈ.